തുടർ ഭരണം പാർട്ടിക്കും കേരളത്തിനും ഗുണം ചെയ്യില്ലെന്ന നിലപാട് ആവർത്തിച്ച് സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കവി കെ സച്ചിദാനന്ദൻ. ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ സമുദായ പ്രീണനത്തിനാണ് ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളിയെ ഗുരുവിനേക്കാൾ മഹാനാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. പാർട്ടി തന്നെ ആഗ്രഹിക്കാത്ത ആളുകൾ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. സ്വാർത്ഥ ലക്ഷ്യങ്ങളോടുകൂടി കടന്നു വരാനുള്ള സാധ്യത വളരെ കൂടുന്നുണ്ട് തുടർച്ചയായിട്ടുള്ള ഭരണം ഉണ്ടാകുമ്പോൾ. അധികാരത്തിൻ്റെ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കുറഞ്ഞു വരികയും അധികാര കേന്ദ്രീകരണം വർദ്ധിക്കാനുമുള്ള സാധ്യതകളും BJPക്ക് സാധ്യതയുള്ള, നമുക്കെല്ലാവർക്കും അറിയാം ആ സാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതാണെന്ന്. ആ തരം സ്ഥലങ്ങളിലും അത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിലുള്ള ഒരു ഫലം ഈ ലോക്കൽ അല്ലെങ്കിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പുകൾക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നെനിക്ക് തോന്നുന്നു. അപ്പം മതേതര പാർട്ടികൾ ഈ സമുദായ പ്രീണനത്തിന് വേണ്ടി ശ്രമിച്ചുകൂടാ. അപ്പം തീർത്തും ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് എതിരായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സന്തോഷിപ്പിക്കുകയും ഗുരുവേക്കാളും മഹാനാണ് അദ്ദേഹം എന്ന് പറയുകയൊക്കെ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒരു കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏതൊരു മതേതരവാദിക്കും ഏതൊരു കേരളീയനും ഭൂഷണമല്ല എന്നെനിക്ക് തോന്നുന്നു. സച്ചിദാനന്ദന് പിന്നാലെ സാഹിത്യകാരി സാറ ജോസഫും തുടർ ഭരണം ആപത്താണെന്ന അഭിപ്രായവുമായി രംഗത്ത് വന്നു. ജനാധിപത്യത്തിന്റെ സംരക്ഷകരാവേണ്ട ഇടതുപക്ഷം എല്ലാ ഭരണവർഗങ്ങളെയും പോലെ വർഗീയ മതശക്തികളെ കൂട്ടുപിടിച്ച് ജനാധിപത്യ മതേതര ഇന്ത്യ എന്ന സങ്കല്പം തകർക്കാൻ ശ്രമിക്കുകയാണെന്നും സാറ ജോസഫ് ആരോപിച്ചു. ഒരു ഭരണമാറ്റം ആവശ്യമാണ്. അധികാരം നിലനിർത്താൻ ഏത് പിശാചിന്റെ കൂടെയും കൂട്ടുകൂടുന്നു പറഞ്ഞിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് ഇടതുപക്ഷത്തിന്. ഇപ്പോ ലീഗിനെ കൂട്ടുകൂട്ടിയത് അങ്ങനെയാണ്, ഭരണാധികാരത്തിലേക്ക് വരാൻ വേണ്ടിയാണ്. തുടർച്ചയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതങ്ങളെയും വർഗീയ ശക്തികളെയും കൂട്ടുപിടിക്കുക എന്നുള്ളതാണ്. അധികാരമാണ് അവർക്ക് മുഖ്യം, ജനാധിപത്യമല്ല. തന്നെയുമല്ല, ഒന്ന് മാറി നിന്ന് പ്രതിപക്ഷത്ത് ഇരിക്കുന്നത് ഭരണവർഗത്തിന് നല്ലതാണ്. ഭരണാധികാരത്തിലേക്ക് വന്നത് ഇടതുപക്ഷ പാർട്ടിയാണ്, പിണറായി വിജയനല്ല. എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നശിക്കുന്നത് അതിന്റെ ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ്. തുടർ ഭരണം അപകടമെന്ന സച്ചിദാനന്ദന്റെ പരാമർശത്തിൽ വളരെ കരുതലോടെ പ്രതികരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന സൂചനയാണ് ലേഖനത്തിലുള്ളത്. ലേഖനം വായിച്ചാൽ ഉന്നം മനസ്സിലാകും. സച്ചിദാനന്ദന്റെ മാത്രമല്ല, ആരോഗ്യപരമായ ഏത് വിമർശനത്തെയും ഉൾക്കൊള്ളും. തുടർ ഭരണം വന്നാൽ പാവപ്പെട്ട എന്ന പ്രയോഗം മലയാള ഭാഷയിൽ ഉണ്ടാകില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞു. കാരണം തുടർച്ചയായിട്ട് ഇങ്ങനെ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേഡർമാർ ഉൾപ്പെടെയുള്ളവരെല്ലാം വേണ്ടത്ര ജാഗ്രത കുറവോടുകൂടിയാണ് പ്രവർത്തിക്കുക. അപ്പോൾ ജാഗ്രത കുറവ് വരുമെന്നൊക്കെയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിന്റെ അർത്ഥം ഈ ഗവൺമെന്റ് വേണ്ടെന്നല്ലോ, തുടരണ്ടെന്നുമല്ല, ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല. പലപ്പോഴും മാറ്റം വേണ്ടി വരും. ഞാൻ അവിടെയാണ് ഊന്നുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തോൽക്കുക എന്ന് പറഞ്ഞാൽ അവസാനത്തെ തോൽവിയാണെന്നോ, ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്യന്തികമായ ജയമാണെന്നോ ഞങ്ങൾ ആരും കാണുന്നില്ല സുഹൃത്തെ. അങ്ങനെ കാണുന്നവരല്ല ഞങ്ങളാരും. അതുകൊണ്ട് ഗവൺമെന്റ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിന്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. സച്ചിദാനന്ദന്റെ പ്രസ്താവന കോൺഗ്രസ് നിലപാട് അടിവരയിടുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇടത് സഹയാത്രികർക്ക് പോലും അവരെ വേണ്ട. ഇത് സ്വാഗതാർഹമായ കാര്യമാണെന്നും VD സതീശൻ പറഞ്ഞു. LDFന് തുടർ ഭരണം ഉണ്ടാകുന്നത് അപകടമെന്നായിരുന്നു സച്ചിദാനന്ദന്റെ പ്രസ്താവന. സച്ചിദാനന്ദനെതിരെ KK ശൈലജ. കേരളത്തിൽ ഭരണം മാറി മാറി വരണമെന്ന അഭിപ്രായം ഇടതുമുന്നണിക്കില്ലെന്ന് KK ശൈലജ പറഞ്ഞു. അദ്ദേഹം ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണ്. എന്നാൽ ഇടതുമുന്നണി പ്രവർത്തകർക്കോ നേതൃത്വത്തിനോ അദ്ദേഹത്തിന്റെ അഭിപ്രായമല്ല ഉള്ളത്. തുടർ ഭരണം ഉണ്ടാകുമ്പോഴാണ് കൃത്യമായ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നും KK ശൈലജ പ്രതികരിച്ചു. സച്ചിദാനന്ദൻ സ്ഥിരമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനമല്ല, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്. അദ്ദേഹത്തിന് അഭിപ്രായമുണ്ടെങ്കിൽ ഈ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകർക്കോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊന്നും അഭിപ്രായമല്ലല്ലോ. തുടർച്ചയായിട്ട് ജനങ്ങൾക്കും ഇല്ല അഭിപ്രായം. തുടർച്ചയായിട്ട് വന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ ജാഥ ക്യാപ്റ്റൻ MP ഇവിടെ കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകണം. കേരളത്തെ ആധുനിക കേരളമാക്കി മാറ്റാനുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. അത് തുടരണമെന്നാണ് എല്ലാ ആളുകളുടെയും അഭിപ്രായം. സച്ചിദാനന്ദന്റെ വിലയിരുത്തൽ തെറ്റെന്ന് മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും, പാർട്ടിക്ക് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ലെന്നും ശിവൻകുട്ടി പറഞ്ഞു.
അദ്ദേഹം അങ്ങനെ ഒരു വിലയിരുത്തൽ നടത്തിയത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ തെറ്റാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മൂന്നാമതും അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. തെറ്റിദ്ധാരണ കൊണ്ട് പറഞ്ഞതായിരിക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കാരണവും കാണുന്നില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.